നമസ്കാരം ഫ്രണ്ട്സ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷന്റെ കൂടെ നിങ്ങൾക്ക് കാറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഇപ്പൊ കാറ്റ് 2024 പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഒരുപാട് പേര് നമ്മുടെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 2025 കാറ്റിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ 3 ഇയർ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയറിലോ 4 ഇയർ ഡിഗ്രിയുടെ തേർഡ് ഇയറിലോ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം മുതൽ കാറ്റ് എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ എഴുതാനുള്ളവർക്കാണെങ്കിൽ ഉടനെ നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ടാക്കുന്നതായിരിക്കും എങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടാവാം എന്നുള്ളതിനെ കുറിച്ച്. ഓപ്പൺ ഡാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. സോ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് എത്രയാണ് നിങ്ങളുടെ ഫീസ് എന്നുള്ളത്. ആസ് ഓഫ് നൗ നമ്മൾ ഫീസ് ഒന്നും കളക്ട് ചെയ്യുന്നില്ല. ഇൻ ദ നിയർ ഫ്യൂച്ചർ ഒന്നും തന്നെ നമ്മൾ ഫീസ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അല്ല ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ റൺ ചെയ്യുന്നത്. സെൽഫ് സസ്റ്റനൻസിന് വേണ്ടിയുള്ള ഒരു എമൗണ്ട് നമ്മൾ ഫിലാന്ത്രോപ്പിക് ക്യാപിറ്റലിൽ നിന്ന്, അതായത് നമ്മൾ ഒരുപാട് പൈസയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഫൗണ്ടേഷൻസിൽ നിന്നൊക്കെ ഈ ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് റേസ് ചെയ്തുകൊണ്ടാണ്, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംരംഭം നടത്തിക്കൊണ്ടു പോകുന്നത്. ആൻഡ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടേഴ്സ് മുഴുവൻ വോളണ്ടിയേഴ്സ് ആണ്. ഏത് കോഴ്സ് എടുത്താലും നമുക്കിപ്പോൾ കാറ്റ് മാത്രമല്ല, UG എൻട്രൻസസ് നോക്കുകയാണെങ്കിൽ, അതായത് സ്കൂൾ കഴിഞ്ഞ് കയറാൻ പറ്റുന്ന എൻട്രൻസസ് നോക്കുകയാണെങ്കിൽ ലോയിലോട്ട് കയറാനുള്ള ക്ലാറ്റ്, പിന്നെ IPM പ്രോഗ്രാമിലോട്ട് കയറാനുള്ള IP മാത്ത് അല്ലെങ്കിൽ CUET NCET പോലെയുള്ള കോഴ്സുകളും ഇനി നമ്മൾ ഉടനെ എൻട്രൻസ് കോച്ചിങ് എഞ്ചിനീയറിംഗ് പോലെയുള്ള എക്സാംസിലോട്ടും കടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെന്റർ എക്കോസിസ്റ്റം മൊത്തം വരുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ്. അതായത് നമ്മളെ ഈ ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഇപ്പം കാറ്റിന്റെ കേസിലാണെങ്കിൽ IIMസിൽ പഠിച്ച കുട്ടികൾ തന്നെ തിരിച്ചു വന്ന് നമുക്ക് വേണ്ടി വോളണ്ടിയർ ചെയ്തുകൊണ്ട്, മെന്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ട്, അവർ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകുന്നത്. അപ്പൊ കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 2 പ്രോഗ്രാമുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, നിങ്ങൾ ഏതൊരു സമയത്ത് നിങ്ങൾ ഏതൊരു സമയത്ത് കടന്നു വരികയാണെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ വെബ്സൈറ്റ്, അതായത് www.opengrad.in പോയി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ ആക്സസ് കോഴ്സസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ Gmail യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. സൈൻ ഇൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മലയാളി കാറ്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 കോഴ്സുകളിൽ എൻറോൾ ചെയ്യാം. ഒന്ന്, കാറ്റ് സാറ്റ് ആൻഡ് അതർ MBA എൻട്രൻസസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ കാറ്റിന്റെ കംപ്ലീറ്റ് വീഡിയോ ലെക്ചേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പഠിപ്പിച്ചുകൊണ്ടുള്ളത്. അത് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. കാറ്റ് മലയാളം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതിനകത്ത് എല്ലാ വീഡിയോസും ആയിട്ടില്ല. ആകെ ഇപ്പോൾ ഒരു 10-15 വീഡിയോസേ വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം പ്രധാനമായിട്ടും കാറ്റ് നിങ്ങൾ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മളെ കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ചില ആൾക്കാർക്ക് മലയാളം ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുന്നത് അത് ഒട്ടും ഒരു നല്ല പ്രവണതയല്ല. നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ ഈ സാധനം, ഈ ഒരു കോച്ചിങ് എടുക്കാൻ നോക്കുക. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു B സ്കൂളിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഇംഗ്ലീഷ് ലെക്ചർ വെച്ച് നിങ്ങൾക്ക് കാറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പ് ബിസിനസ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് ലെക്ചറിൽ എങ്ങനെ കാറ്റെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ബേസിക് റിക്വസ്റ്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നിരുന്നാൽ പോലും കാറ്റ് മലയാളം എന്ന് പറയുന്ന 2ാമത്തെ ഒരു കോഴ്സ്. 3ാമത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് കാറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് മോക്സ് എന്ന് പറയുന്ന വേറൊരു കോഴ്സാണ്. ഇപ്പോൾ ഒട്ടനവധി കോഴ്സുകൾ ഓപ്പൺ ഡാറ്റിന്റെ ആക്സസ് കോഴ്സസിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. ഇതിലും ഈ 3 കോഴ്സസ് ആക്സസ് ചെയ്തുകൊണ്ട് ഇതിൽ കാറ്റ് സാറ്റ് ആൻഡ് അതർ MBA എൻട്രൻസസ് എന്ന് പറയുന്നിടത്ത് പോയി വീഡിയോസ് കണ്ടിട്ട്, ആ വീഡിയോസ് കണ്ടിട്ട് ഇപ്പൊ ട്രിഗ്നോമെട്രിയുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ കാറ്റ് മോക്സ് ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സിൽ പോയി ആ ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേറൊരു ടോപ്പിക്കാണ് തിരിച്ചു വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക. മോക്ക് ടെസ്റ്റ് ആണെങ്കിലും മോക്ക് ടെസ്റ്റുകളും അവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതും അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി 2ാമതൊരു പ്രോഗ്രാം ഉള്ളത് മെന്ററും കൂടി ഉള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾ ഓരോ 3 കുട്ടികൾക്കും ഒരു മെന്റർ എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പം IIMസിലോ അല്ലെങ്കിൽ ടോപ്പ് ബിസിനസ് സ്കൂളിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിങ്ങൾക്കൊരു മെന്ററായിട്ട് അസൈൻ ചെയ്ത് കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് ഈ വർഷത്തെ കാറ്റ് 2024 ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. ഏതാണ്ട് 300ഓളം കുട്ടികൾ ഏതാണ്ട് 9 സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികൾ നമുക്ക് പഠിക്കുന്നുണ്ട് ഓൾറെഡി. അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ യൂട്യൂബ് ചാനലിലൂടെയും നമ്മളെ വെബ്സൈറ്റിലൂടെയും നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇനി എനിക്ക് പേഴ്സണൽ റിക്വസ്റ്റ് ദയവ് ചെയ്ത് അയക്കരുത്. കാരണം അതിന്റെ മെന്റേഴ്സ് എല്ലാവരും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് ഓപ്പൺ ഡാറ്റ് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് കാറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്തുകൊണ്ട് ഈ 3 കോഴ്സുകളിൽ എൻറോൾ ചെയ്യുക. എന്നിട്ട്
ഞാൻ ഓൾസോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടൈം ടേബിൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആ ടൈം ടേബിളിൽ ഞാൻ ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ ടോപ്പിക്സ് ഓരോ ക്ലസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളിപ്പോ ഇന്ന് തൊട്ട് കാറ്റ് പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസത്തിൽ നിങ്ങൾക്ക് മൊത്തം സിലബസ് തീർക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ ഈ പറഞ്ഞ ടോപ്പിക്സ് വെച്ച് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. അതായത് ഞാനൊരു ഷീറ്റ് ആയിരിക്കും അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുക. ആ ഷീറ്റിന്റെ ഒരു കോപ്പി ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾ തന്നെ അതിനകത്ത് ഡേറ്റുകൾ ഇട്ടിട്ട് 2 മാസത്തിലെങ്കിലും ഈ പറയുന്ന ഒരു ടോപ്പിക്സ് തീർക്കാൻ വേണ്ടി നോക്കുക. സോ ദാറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒരു ഒക്ടോബർ പകുതിയെങ്കിലും ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കൂടുതലായിട്ട് മോക്കുകളിലേക്കും പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളിലേക്കും സ്ട്രാറ്റജിയിലേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഈ വരുന്ന കാറ്റിൽ വളരെ സുഗമമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. കാറ്റിന് ഒരുപാട് ലേറ്റ് ആയി പോയോ എന്നുള്ളത്. സിമ്പിൾ ആൻസർ ഈസ് നോ. ഇപ്പൊ തൊട്ട് നിങ്ങൾ കംപ്ലീറ്റ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ടൈം ടേബിളിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, സിലബസ് മൊത്തം തീർത്തിട്ടല്ല നിങ്ങൾ മോക്ക് എടുക്കേണ്ടത്. ഞാൻ എല്ലാ ആഴ്ചയും മോക്ക് എടുക്കാൻ പറയുന്നുണ്ട്. ആ എല്ലാ ആഴ്ചയും അല്ലെ എല്ലാ മാസവും 2 മോക്ക് വെച്ചിട്ട് എടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. നിങ്ങൾ ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. സോ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷന് ഓഫ്ലൈൻ സെന്റർ ഇല്ല. നിങ്ങൾ പൈസ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് തന്നെ കാറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇതിൽ പോയി 3 കോഴ്സസ്, കാറ്റ് സാറ്റ് ആൻഡ് അതർ MBA എൻട്രൻസസ്, കാറ്റ് മലയാളം ആൻഡ് കാറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് മോക്സ്, ഈ 3 കോഴ്സുകളിൽ എൻറോൾ ചെയ്തുകൊണ്ട് ഇത് 3ഉം ഉപയോഗപ്പെടുത്തുക. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്കുണ്ട്, പ്ലേ സ്റ്റോറിൽ മാത്രമാണുള്ളത്. പ്ലേ സ്റ്റോറിൽ പോയി ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കിട്ടും. അത് ത്രൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആൻഡ് ഇവിടുന്ന് മെന്റേഴ്സിന് ഈ വർഷം ഇനി കിട്ടുന്നുണ്ടാവില്ല. കാരണം മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ബാച്ച് ഫൈനലൈസ് ചെയ്ത് ഇപ്പോൾ ഓൾറെഡി ആ 100-300 കുട്ടികൾ മെന്റേഴ്സിന്റെ ത്രൂ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലുള്ള ഒരുപാട് കാറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും കാറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ വർഷം പല ബിസിനസ് സ്കൂളിൽ കയറിയ ആൾക്കാരും ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നിങ്ങളുടെ പല ഡൗട്ട് ക്ലിയറൻസും നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ആ ഒരു ഗ്രൂപ്പ് വിനിയോഗപ്പെടുത്താവുന്നതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി റിസോഴ്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് കാറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.